ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയുന്നത് ഒരു മൂവി റിവ്യൂ ആണ്. ഒരു മൂവി റിവ്യൂ വെച്ചാൽ ഞാൻ ഒരു റീൽ കണ്ടിട്ടാണ് ഈ മൂവി ആദ്യം കാണാൻ പോയത്. അപ്പോൾ ഒരു റീലിനകത്ത് ഒരു പെർട്ടിക്കുലർ ബാക്ക് സ്റ്റോറി കാണിക്കുന്ന സമയത്ത് എനിക്കും തോന്നി ഈ മൂവി ഒന്ന് കണ്ടു നോക്കിയാലോ എന്ന്. കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ടു നോക്കിയൊരു മൂവിയാണ്. മൂവിയുടെ പേരാണ് ധീരം. ഈ ധീരം എന്നൊരു മൂവീനെ പറ്റിയിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ക്രൈം ത്രില്ലർ സീരിയൽ കില്ലിംഗ് മൂവി പോലത്തെ ഒരു സംഭവമാണ്. ബട്ട് സീരിയൽ കില്ലിംഗ് അല്ല, ഒരു ഒരു അതേ തക്കതായ റീസൺസും മോട്ടീവും ഉള്ളൊരു കില്ലർ തന്നെയാണ് ഇത്. ബട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് തോന്നുന്ന ഒരു കില്ലർ ആരൊക്കെയോ കൊല്ലുന്നു, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നു, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് ഫസ്റ്റ് മൂവീൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് ഹാഫ് വരെ പോകുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ട് മുതലാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അല്ല, സെക്കൻഡ് പാർട്ട് മുതലാണ് അതിൻ്റെ സ്റ്റോറീൻ്റെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ അധികം ലൈക്ക് പാരൻസിന് പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഒരു ലൈക്ക് അത്യാവശ്യം പാരൻസ് എല്ലാം കണ്ടിരിക്കേണ്ട മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ മൂവിനെ പറ്റി പറയാൻ തോന്നിയത്. കാരണം വേറൊന്നുമല്ല, ഈ മൂവിയിൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ലൈക്ക് സീരിയൽ കില്ലറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. ആ ബാക്ക് സ്റ്റോറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ഒരു കുട്ടി ലൈക്ക് സോഷ്യൽ പ്രഷർ, ലൈക്ക് ഒരു എന്താ പറയുക, മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും പ്രഷേഴ്സും അതേപോലെ റാഗിങ്ങും അതേപോലെ കുറ്റപ്പെടുത്തലും അതേപോലെ ലൈക്ക് ഒരു കൊല ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവം, ആ അനുഭവം ലൈക്ക് ആരെങ്കിലും ഷെയർ ചെയ്യാന്ന് വെച്ചാൽ സ്വന്തം പാരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റുക അവർക്ക് സമയമില്ല, അവരാരും പറയുന്നത് കേൾക്കുന്നില്ല. ലൈക്ക് കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കാര്യം പറയുന്ന സമയത്ത് പുള്ളിക്കാരി കേൾക്കുന്നില്ല. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കാര്യമൊന്നുമല്ല, ബട്ട് പുള്ളിക്കാരിൻ്റെ അതേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രോബ്ലം ഈസ് ഈ കുട്ടിക്ക് പറയാനുള്ള കാര്യം ആരും കേൾക്കുന്നില്ല. ലൈക്ക് എല്ലാവരും ഇവനെ ഒരുമാതിരി അടിച്ചമർത്തി, ലൈക്ക് അടിച്ചമർത്തൽ മാത്രമല്ല, ഫുൾ കൊല ചെയ്യുന്നതാണ്. അപ്പോൾ ഇവന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇവന് പറയാൻ കേൾക്കേണ്ട മെയിനായിട്ടുള്ള ഇവൻ്റെ അമ്മ ഇവൻ പറയുന്നത് കേൾക്കുന്നില്ല, ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇവനെ ഭയങ്കര ക്രൂശിക്കുകയാണ്. ബട്ട് ഇവൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നെനിക്ക് തോന്നി. പ്രകടിപ്പിക്കാനും അറിയില്ല. കുട്ടി പറയുന്നത് കേൾക്കാൻ പോലും സ്വന്തം അമ്മ നിന്നിട്ടില്ല. അതായിരുന്നു ഈ മൂവിയുടെ എനിക്ക് തോന്നുന്നു ബേസ് ലൈൻ പോലത്തെ മേജർ ബാക്ക് സ്റ്റോറീൻ്റെ. ആ ഒരു തീമാണ് എനിക്ക് കുറച്ചും കൂടി കണ്ടപ്പോൾ തോന്നിയത്. പാരൻസിന് വേണ്ടി ഉണ്ടാക്കിയൊരു മൂവി പോലെയാണ് എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നി. പാരൻസിന് വേണ്ടി ഉണ്ടാക്കിയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് പാരൻസ് എല്ലാം കണ്ടിരിക്കേണ്ട ഒരു മൂവി എന്ന രീതിയിലാണ് എനിക്ക് ആ ബാക്ക് സ്റ്റോറി കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാരണം ഈ സ്റ്റോറി മൊത്തം ഞാൻ പറയുന്നില്ല, ആക്ച്വലി ഫസ്റ്റ് ഹാഫ് മൊത്തം നമുക്ക് നോർമൽ ഒരു ക്രൈം ത്രില്ലർ മൂവി പോലെ തോന്നും. ബട്ട് സെക്കൻഡ് ഹാഫ് മുതലാണ് കുറേ അധികം ബാക്ക് സ്റ്റോറീസും എന്തുകൊണ്ടാണ് കില്ലറിൻ്റെ മോട്ടീവ് എന്നും പിന്നെ എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിയത് എന്നും മൊത്തത്തിൽ ആ കഥ മനസ്സിലാകുന്നു. ലൈക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, എൻ്റെ സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മേ ബി ഇതൊരു ക്രൈം ത്രില്ലർ മൂവി ആയിരിക്കാം, ബട്ട് എനിക്കൊരു ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി പാരൻസ് കാണേണ്ട ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.